ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലാൽ സാറിനെ വെച്ച് എന്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ ഞാൻ ലാൽ സാറിനെ വെച്ച് എന്റെ മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഞാനൊരു 300 സിനിമകൾ സംവിധാനം ചെയ്താലും ഈ ഒരൊറ്റ സിനിമയിൽ ബ്ലസ്സി എന്ന സംവിധായകൻ ചെയ്തിരിക്കുന്നതിന്റെ 7 അയലത്ത് എനിക്ക് എത്താൻ പറ്റില്ല. കാരണം ഒരു വിഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു ജേണി നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് സിനിമയോ ഒന്നും അല്ല, ഇതൊരു തരം തപസ്സാണ്. ഇത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും. അന്ന് മുതൽ കഴിഞ്ഞ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത് മറ്റെല്ലാ ത്യാഗങ്ങളും, ഞാൻ പറഞ്ഞ ക്രൂവിന്റെ ത്യാഗങ്ങളും ചെറുതാക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ എന്നോട് പൃഥ്വിരാജ് ഇങ്ങനെ തടി കുറച്ചു, ഇങ്ങനെ തടി കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ വലിയ ഒരു പ്രോത്സാഹിപ്പിക്കാത്തത്. അതൊന്നും ഒരു സ്ട്രഗിളേ അല്ല ആക്ച്വലി. കമ്പയർ ടു വാട്ട് ബ്ലസ്സി ഈസ് ബീൻ ത്രൂ, ഞാൻ തടി കുറച്ചതും കൂട്ടിയതൊന്നും ഇസ് നത്തിങ്. അദ്ദേഹത്തിന്റെ സ്ട്രഗിളിന്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്.